ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. പാലക്കാട് സ്റ്റൈലിലുള്ള വെള്ള അവിയലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അവിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ നമ്മൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് ഏതൊക്കെ കഷ്ണങ്ങളാണോ അല്ലെങ്കിൽ നമ്മൾ അവിയലിന് വേണ്ടി ഏതൊക്കെ കഷ്ണങ്ങളാണോ എടുക്കാറുള്ളത് അതൊക്കെ എടുക്കാം. നമ്മളിപ്പോൾ കുമ്പളങ്ങ, മത്തങ്ങ, മുരിങ്ങക്കായ, അച്ചിങ്ങപ്പയർ, കായ, പടവലങ്ങ, ക്യാരറ്റ് അങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. കഷ്ണങ്ങളൊക്കെ ഇതുപോലെ ഒരേ നീളത്തിലും കനത്തിലും കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കത് വേവിച്ചെടുക്കുമ്പോഴും എല്ലാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ കപ്പിൻ്റെ അളവിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 6 കപ്പോളം കഷ്ണങ്ങളുണ്ടാവും. ഇനി അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അടികട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ആദ്യം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളക് അതുപോലെ നെടുകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അവിയലിൽ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊന്നും ചേർക്കില്ല. എരിവിനായിട്ടിതിൽ പച്ചമുളകാണ് ചേർക്കുക. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവിനനുസരിച്ച് വേണം ചേർക്കാൻ. നമ്മളിപ്പോൾ 4 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് തന്നെ ഏകദേശം 2 മിനിറ്റൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് സോഫ്റ്റായി വരും. അതിന് ശേഷം പിന്നെ നമുക്കത് അടച്ചു വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. വേവിക്കാൻ അതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം അത് തന്നെ ഇറങ്ങി വരും. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇനി അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് നാളികേരമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 പച്ചമുളകും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം. പിന്നെ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലും ചേർക്കാം. എന്നിട്ടത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല. അതുപോലെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ചതച്ചെടുത്താൽ മാത്രം മതി. സാധാരണ നമ്മൾ അവിയലിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു അരപ്പിൽ ചെറിയ ഉള്ളി ചേർക്കാറുണ്ട്. ചിലരൊക്കെ വെളുത്തുള്ളിയും ചേർക്കും. പക്ഷേ ഈ ഒരു അവിയലിൽ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കില്ല. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇവിടെ ഇപ്പോൾ നമ്മളത് ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുത്തിട്ടില്ല. ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കത് കുറച്ചും കൂടി ഒന്ന് വെന്ത് ഒന്ന് കുഴഞ്ഞ രീതിയിലുള്ള അവിയൽ വേണമെങ്കിൽ അപ്പോൾ കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് അതിൽ ഉപ്പ് നോക്കുക കേട്ടോ. ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പതുക്കെ എല്ലാം കൂടിയിട്ടൊന്ന് അങ്ങോട്ട് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഈ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊരു 2 മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. 2 മിനിറ്റ് തന്നെ വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് ആ അരപ്പ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈരൊന്ന് ഉടച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അവിയലിന് വേണ്ടിയിട്ട് തൈര് എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ളതും അതുപോലെ പുളി ഇല്ലാത്തതായിട്ടുള്ള തൈര് ചേർക്കരുത്. ഒരു മീഡിയം പുളിപ്പോട് കൂടിയിട്ടുള്ള തൈര് ചേർക്കുമ്പോഴാണ് അവിയലിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള തൈരിൻ്റെ പുളിപ്പിനനുസരിച്ച് ചേർക്കുക. നമ്മളിവിടെ 1/2 കപ്പും 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ തൈര് ചേർത്ത് കഴിഞ്ഞാൽ അത് പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. തൈര് ഒരുപാട് അങ്ങോട്ട് വെന്ത് കഴിഞ്ഞാൽ അവിയലിൻ്റെ കറക്റ്റായിട്ട് ടേസ്റ്റ് കിട്ടില്ല. ഒന്നങ്ങോട്ട് ചൂടായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ച കറിവേപ്പില അതുപോലെ കൈ കൊണ്ട് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായിട്ടൊക്കെ ചേർക്കുകയാണെങ്കിൽ അവിയലിന് ടേസ്റ്റ് അത്രയും കൂടും. അപ്പോൾ നമ്മുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലക്കാട് സ്റ്റൈൽ അവിയൽ റെഡിയായി. ഇതിൽ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ചെറിയ ഉള്ളിയൊന്നും ചേർക്കാത്തതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ കുറേ സദ്യ റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട്. ആവശ്യമുള്ളവർ നോക്കിയാൽ മതി. ചാനലിൽ കയറി കഴിഞ്ഞാൽ സദ്യ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് കാണാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഓണത്തിനൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്